നേതൃത്വത്തിലുള്ള ആ വലിയ സമരഭൂമിയിൽ നിന്നും ഇതാ MLA കൊപ്പം ചേർന്നതുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഭൂരഹിതരായ 100 കുടുംബങ്ങൾ ഈ 7-ാം തീയതി തിരുവനന്തപുരത്തേക്ക് മാർച്ച് നടത്തുകയാണ്. തങ്ങൾക്ക് അവകാശമായ ഭൂമിയുടെ മക്കൾക്ക് അവകാശമായ ഭൂമി സർക്കാർ പതിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർക്ക് നേതൃത്വം നൽകുന്നത് കെ പോളന്റെ നേതൃത്വത്തിലുള്ള
ആദിവാസി പരിഷത്ത് എന്ന സംഘടനയാണ്. അതുമായി ബന്ധപ്പെട്ട മാർച്ചിന് നേതൃത്വം നൽകുന്ന 3 നേതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ തിരുവനന്തപുരത്തേക്കുള്ള മാർച്ചിന് ബഹുമാനപ്പെട്ട PV അൻവർ MLA ഷാള അണിയിച്ചുകൊണ്ട് അവരെ മാർച്ചിന് വേണ്ട എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് സ്വീകരിക്കുകയാണ്. അതിനുവേണ്ടി ജാഥാംഗമായ ബീനയെ ക്ഷണിക്കുന്നു. ഷാൾ അണിയിക്കുന്നതിന് ബഹുമാനപ്പെട്ട MLA-യും ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, വളരെ വൈകാരികമായ മുഹൂർത്തമാണ്. കാരണം ഭൂമിയുടെ അവകാശികൾക്ക് ഭൂമിയില്ലാത്ത സാഹചര്യത്തിൽ അതിനുവേണ്ടി നൂറുകണക്കിന് കുടുംബങ്ങളെ കുടിൽ കെട്ടി സമരം നയിക്കുന്ന വലിയൊരു നേതൃനിരയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ജാഥക്ക് മാർച്ചിന് നേതൃത്വം നൽകുന്ന കെ രാജന്റെ ഷാളണിയിക്കുന്നതിന് ബഹുമാനപ്പെട്ട MLA-യും ബാബു അദ്ദേഹത്തെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവര്, 30 ലക്ഷം ആളുകൾ ഇന്നും കേരളത്തിൽ ഭൂമിയില്ലാതെ, സ്വന്തം ഭൂമിയില്ലാതെ സമരത്തിലാണ്. അവരുടെ പ്രതിനിധികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നതിന് വേണ്ടിയാണ് അവർ 7-ാം തീയതി തിരുവനന്തപുരത്തേക്ക് സഞ്ചരിക്കുന്നത്. അവർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ സംഘാടക സമിതിക്ക് വേണ്ടി രേഖപ്പെടുത്തുകയാണ്, സമരത്തിന് വേണ്ടി രേഖപ്പെടുത്തുകയാണ്. ഈ സമര പരിപാടിയിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ ആദിവാസി സഹോദരങ്ങളെ, ഈ യോഗത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു, അഭിവാദ്യം ചെയ്യുന്നു. നാടിൻ്റെ നാനാഭാഗത്തും ഭൂമിയില്ലാത്തവരുടെ കണ്ണുനീര് നമ്മൾ ഓരോ വർഷവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. വനാവകാശ നിയമം ഈ രാജ്യത്ത് അനുവദിക്കപ്പെട്ട നാട്ടിലാണ് കാടിൻ്റെ മക്കൾ ഒരു 5 സെന്റ് ഭൂമിക്ക് വേണ്ടി ഇപ്പോഴും ഈ നാട്ടിൽ സമരങ്ങൾ നടത്തേണ്ടി വരുന്ന ഗതികേടിൽ നിന്ന് നമ്മുടെ നാട് കരകയറിയിട്ടില്ല. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ചിത്രമാണ് 7-ാം തീയതി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഈ മലമുകളിൽ നിന്ന് ഈ ആദിവാസി സഹോദരങ്ങൾ സമരത്തിന് പോകേണ്ടി വരുന്ന ഗതികേടിൻ്റെ കഥ. നമ്മൾ പറഞ്ഞു വന്ന വിഷയം വന്യജീവികളുമായി ബന്ധപ്പെട്ട നമ്മുടെ മനുഷ്യർ മലയോര മേഖലയിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ്. ഇപ്പൊ കാർഷിക മേഖലയിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിഞ്ഞിരുന്ന കർഷകർക്ക് ജീവിതം 1 ഇഞ്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ചും നമ്മുടെ സംസ്ഥാനത്ത് വന്യമൃഗങ്ങൾ പെറ്റുപെരുകയാണ്. വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാനുള്ള നിയമം തന്നെ നമ്മുടെ രാജ്യത്ത് വരുന്നത് 1972-ലാണ്. ഏകദേശം 50 കൊല്ലം പിന്നിടുകയാണ്, 55 കൊല്ലത്തോളം. 1972 കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ മലയോരങ്ങളിലെ വനമേഖലകളിലെ സ്ഥിതി എന്ന് പറയുന്നത് വന്യമൃഗങ്ങൾ വളരെ കുറവാണ്. മനുഷ്യർ വന്യമൃഗങ്ങളെ മലയോര മേഖലയിലെ ജനങ്ങൾ അത്യാവശ്യത്തിന് ഭക്ഷണമാക്കാൻ വേണ്ടി വേട്ടയാടി ജീവിച്ചിരുന്ന ഒരു കാലം. രാജ്യത്തിന് 1947 സ്വാതന്ത്ര്യം കിട്ടി. 1972 വരെ ഏകദേശം 25 കൊല്ലം ഒരു പരിധി വരെ അനുവദനീയമായി നാട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാട്ടുമൃഗങ്ങൾക്ക് അവരുടെ പെറ്റുപെരുകലിന് നിയന്ത്രണം ഉണ്ടായിരുന്നു. പക്ഷേ നാടിന്റെ, കാടിന്റെ സാമൂഹിക വ്യവസ്ഥ, പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ, ഇതൊക്കെ നിലനിൽക്കാൻ ഈ വന്യമൃഗങ്ങൾ കൂടി സംരക്ഷിക്കണമെന്ന ഒരു ശാസ്ത്രീയ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ നിയമം വരുന്നത്. നല്ല കാര്യം, നിയന്ത്രണം വേണം, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ 1972 ഈ നിയമമുണ്ടാക്കി
ഈ 55 വർഷം കൊണ്ട് എന്തായി? ഈ വന്യമൃഗങ്ങൾ മുഴുവൻ പെറ്റുപെരുകി. നാടിന്റെ മുക്കിലും മൂലയിലും കാട്ടിലല്ല, ഈ പനമരം അങ്ങാടിയിൽ പോലും വന്ന് ഭക്ഷണം കഴിക്കാനുള്ള പന്നികൾ ഈ നാട്ടിൽ ഉണ്ടായിത്തീർന്നത് എങ്ങനെയാ? ഇതിന്റെ മുകളിലൊരു നിയന്ത്രണവും പിന്നീട് വച്ചില്ല. ഇപ്പൊ മൃഗങ്ങളെ വെടിവെക്കുക എന്ന് പറഞ്ഞാൽ വലിയ അപരാധമായി കണക്കാക്കപ്പെടുകയാണ്. ഒരാളെ കുത്തിക്കൊന്നാൽ ഉണ്ടാകുന്ന ശിക്ഷകളെക്കാട്ടിലും വലിയ ശിക്ഷ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആയിക്കോട്ടെ. പക്ഷേ ഇവിടുത്തെ ഭരണാധികാരികൾ മനസ്സിലാക്കാതെ പോകുന്നത്, ലോകത്തെ എല്ലാ രാജ്യത്തും അമേരിക്ക ഉൾപ്പെടെ, കാനഡ ഉൾപ്പെടെ, ഓസ്ട്രേലിയ ഉൾപ്പെടെ, യൂറോപ്പ് ഉൾപ്പെടെ വലിയ കാടുകളുള്ള നാടാണ്. ലോകത്തിലെ ഏറ്റവും ഫോറസ്റ്റ് ഉള്ള രാജ്യമാണ് കാനഡ. അവിടേക്ക് എന്താ സ്ഥിതി അറിയാം നിങ്ങള്? ഓരോ 5 കൊല്ലം കൂടുമ്പോഴും ഈ വന്യമൃഗങ്ങളുടെ എണ്ണം കണക്കാക്കി പരിധിക്കപ്പുറമാണെങ്കിൽ അതിനെ പിടിക്കാനും അതിനെ ഭക്ഷിക്കാനും അതിനെ വെടിവെച്ചു കൊല്ലാനും അനുവാദം നൽകുന്ന നിയമവ്യവസ്ഥ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ 55 കൊല്ലമായി ഇറ്റങ്ങളെ പെറ്റുപെരുകാൻ അനുവദിച്ച ഗവൺമെന്റ് ഈ വർധനവ് കൊണ്ടുണ്ടാകുന്ന മനുഷ്യർക്കുള്ള ദൂഷ്യത്തിൽ നിന്ന് ഇതിനെ കൺട്രോൾ ചെയ്യാൻ ഒരു ഇടപെടലും ഇവിടെ നടത്തുന്നില്ല. ആ നടത്താത്തതിന് മറ്റു പല കാരണങ്ങളുമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ 2024 ഫെബ്രുവരിയിൽ ഞാൻ സുപ്രീം കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തു. വിശദമായി ഈ കാര്യങ്ങൾ ലോകരാജ്യങ്ങളിൽ നടക്കുന്ന ഈ വിഷയങ്ങളെ കുറിച്ച് അമേരിക്കയിലും കാനഡയിലും യൂറോപ്പിലും അടക്കമുള്ള എങ്ങനെയാണ് ഈ അനിമൽ കൺട്രോൾ അവർ നടത്തുന്നത്, ജനങ്ങളെ ഈ അക്രമത്തിൽ നിന്ന് എങ്ങനെയാണ് അവർ രക്ഷപ്പെടുത്തുന്നത്, കൃത്യമായ കണക്ക് സുപ്രീം കോടതിയെ ബോധിപ്പിച്ചു. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി വന്യമൃഗശല്യത്തിന്റെ ആക്രമണത്തിന്റെ ഭാഗമായി മരിച്ച 1000 ചില്ലാനം ആളുകളുടെ ഡീറ്റെയിൽസ് കൊടുത്തു. ഇവിടെ ഉണ്ടാക്കിയ ആക്രമണത്തിന്റെ ഫലമായി നിത്യവൈകല്യം സംഭവിച്ച ആളുകളുടെ കണക്ക് കൊടുത്തു. കാർഷിക മേഖലയിലുണ്ടായ തർക്കം, നഷ്ടങ്ങൾ, ഇതൊക്കെ കേരളത്തിന്റെ നിയമസഭയിൽ വന്ന കണക്കുകൾ എടുത്തിട്ടാണ് സുപ്രീം കോടതി കൊടുത്തത്. സുപ്രീം കോടതി അത് വിശദമായി പരിശോധിച്ചു. 3 തവണ വിശദമായ വാദം കേട്ടു. സുപ്രീം കോടതി പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിന്റെ മുകളിൽ ഒരു തീരുമാനമെടുക്കാൻ പ്രയാസമുണ്ട്. അത് രാജ്യത്തിന്റെ പാർലമെന്റാണ് തീരുമാനിക്കേണ്ടത്. അത് നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് അതിനെ കൈകാര്യം ചെയ്യാം. പക്ഷേ നിങ്ങൾ നൽകിയ ഈ റിട്ട് ഹർജി ഞങ്ങൾ തള്ളുന്നില്ല. സുപ്രീം കോടതി പറഞ്ഞു, കേരളത്തിൽ നിങ്ങൾ കാണിച്ചിരിക്കുന്ന നിങ്ങളുടെ നഷ്ടങ്ങൾ, അതിന്റെ ഗ്രീവിയൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ കൊടുത്ത റിട്ട് പെറ്റീഷൻ തള്ളാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിന്റെ ഹൈക്കോടതിയിൽ ഇത് ഫയൽ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ റിട്ട് മടക്കി. ഇപ്പൊ കേരളത്തിന്റെ ഹൈക്കോടതിയിൽ അത് ഫയൽ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അപ്പോ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് ഈ മനുഷ്യരെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അവിടെയാണ് ഇതിന്റെ പിന്നിലുള്ള വലിയ വഞ്ചന നടക്കുന്നത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, കേരളം ഉൾപ്പെടെയുള്ള, വയനാട് ഉൾപ്പെടെയുള്ള നമ്മുടെ കിഴക്കൻ, ഈ സംസ്ഥാനത്തിന്റെ കിഴക്കൻ പ്രദേശം മുഴുവൻ മലവാരമാണ്, പശ്ചിമഘട്ടം. പടിഞ്ഞാറ് പോയാൽ അറബിക്കടലാണ്. ഇന്ത്യയുടെ മാപ്പ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, കേരളം ഒരു വര പോലെയുള്ള ഒരു സംസ്ഥാനമാണ്. ഈ രാജ്യത്തെ ഏറ്റവും ജനസാന്ദ്രതയുള്ള മനുഷ്യർ ജീവിക്കുന്ന നാട്. പടിഞ്ഞാറ് CRZ നിയമങ്ങൾ, കോസ്റ്റൽ റെഗുലൈസേഷൻ സോണിന്റെ നിയമങ്ങൾ, അവിടെ കെട്ടിടം കെട്ടാൻ, വീട് വെക്കാൻ ജനങ്ങൾ കഷ്ടപ്പെടുന്നു. കടലോരത്തെ മനുഷ്യർ മുഴുവൻ, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, മലയോരത്ത് നമ്മൾ ജീവിക്കാൻ എങ്ങനെ കഷ്ടപ്പെടുന്നു അതേപോലെയുള്ള കഷ്ടപ്പാടിലാണ്. ഇങ്ങോട്ട് വന്നാൽ ഈ വനം,
ഇതിനിടയിൽ വളരെ കുറഞ്ഞ ഭൂമിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ജീവിക്കാനുള്ളത്. അപ്പോ ഈ പശ്ചിമഘട്ടം ഇതിന്റെ ഇടയിൽ വില്ലനായി വരികയാണ്. നമ്മുടെ രാജ്യം നേരിടുന്ന, കർഷകർ നേരിടുന്ന, മലയോര വാസികൾ നേരിടുന്ന പ്രശ്നം അതാണ്. എങ്ങനെയാണ് പശ്ചിമഘട്ടം വില്ലനായി വരുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, ചൂട് വർദ്ധിക്കുന്നു. നമ്മളൊക്കെ പറയും എന്തൊരു ചൂടാണ്, താങ്ങാൻ കഴിയാത്ത ചൂട്. വയനാട്ടിൽ 2500-3000 അടി ഉയരത്തിൽ പോലും ചൂടാണ്. അപ്പൊ ഭൂമിയിൽ ചൂട് വർദ്ധിക്കുകയാണ്. ഈ വർധന വലിയ അപകടമുണ്ടാക്കാൻ പോകുന്നു ലോകത്തിന്. എന്താ അപകടം? ഇവിടെ കടലിലുള്ള വെള്ളത്തിന്റെ 7 ഇരട്ടി ലോകത്ത് ഐസ് മലകളുണ്ട്. ഇതൊക്കെ ശാസ്ത്രീയമായ കണക്കുകൾ, ശാസ്ത്രം പറയുന്ന കണക്കാണ്. 1 ഡിഗ്രി ചൂട് സ്ഥായിയായി നമ്മുടെ രാജ്യത്ത്, ലോകത്ത് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഐസ് മലകൾ ഉരുകും. ഈ ഐസ് മലകൾ ഉരുകാൻ തുടങ്ങിയാൽ, ഇതിന്റെ 40% ഉരുകിത്തീർന്നാൽ ലോകത്തുള്ള ഇന്ന് കടലും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം, ജപ്പാൻ ഉൾപ്പെടെയുള്ള ദ്വീപ് രാജ്യങ്ങൾ 1.5 മീറ്ററാണ്. 1.5 മീറ്റർ കടലിൽ വെള്ളം നോക്കിയാൽ എന്താകും? ജപ്പാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ ലക്ഷദ്വീപ് സമൂഹം ഉൾപ്പെടെ, നമ്മുടെ മാലിദ്വീപ് സമൂഹം ഉൾപ്പെടെ, എന്തിനേറെ പറയുന്നു, കോഴിക്കോട്ടങ്ങാടിയിലെ പടിഞ്ഞാറൻ ഭാഗത്തെ ബീച്ച് ഉൾപ്പെടെ വെള്ളത്തിനടിയിലാണ്. ലോകത്തിന്റെ 30% മനുഷ്യവാസ പ്രദേശങ്ങൾ 1 ഡിഗ്രി ചൂട് കൂടി വർദ്ധിച്ചാൽ ഈ ഐസ് മലകൾ ഉരുകി വെള്ളം കടലിലെത്തും. അപ്പൊ ചൂടിനെ നിയന്ത്രിക്കണം. അപ്പൊ ആ ചൂടിനെ നിയന്ത്രിക്കാൻ എന്താണ് മാർഗം? ചൂട് വർദ്ധിക്കുന്നതിന് ഒരു കാരണമായിട്ട് ശാസ്ത്രം കണ്ടെത്തിയത് ഇവിടുത്തെ കാർബണാണ്. എന്താണ് കാർബൺ? നമ്മളെ ഈ വണ്ടിയിൽ നിന്ന് പോകുന്ന പുക, നമ്മളെ അടുപ്പിൽ നിന്ന് പോകുന്ന പുക, വ്യവസായ കേന്ദ്രങ്ങളിൽ നിന്ന് പോകുന്ന പുക, പുറത്തേക്ക് വരുന്ന ഈ പുകകൾ മുഴുവൻ കാർബണാണ്. ഈ കാർബണിന്റെ സാന്നിധ്യം ചൂട് വർദ്ധിപ്പിക്കുകയാണ്. അപ്പം ഇതിനെ തണുപ്പിക്കാൻ എന്താ മാർഗം? ഇവിടെ ഓക്സിജൻ ഉണ്ടാവണം. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കേട്ടതാ, ചെടികളും മരങ്ങളും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ മരങ്ങൾ വർദ്ധിക്കണം. ഈ ചൂടിനെ നിയന്ത്രിക്കാൻ ഓക്സിജൻ ഒരുപാട് ഉൽപ്പാദിപ്പിക്കണം. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന വനവൽക്കരണം നടത്തുന്ന രാജ്യങ്ങൾക്ക്, ഈ ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും കൂടിയിട്ട് ഈ കാർബണിന്റെ അളവ് കുറക്കാൻ വേണ്ടിയിട്ട് യുണൈറ്റഡ് നേഷൻസിന്റെ കീഴിൽ ഒരു കാർബൺ കമ്മിറ്റിയും ഒരു കാർബൺ ഫണ്ടുമുണ്ട്. ആ ഫണ്ട് ഇത്തരം രാജ്യങ്ങളുടെ ഈ പറയുന്ന മരങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കണം. ഇന്ത്യ രാജ്യത്തിന് വലിയ ഫണ്ട് കിട്ടുന്നുണ്ട്. ആ ഫണ്ട് ആർക്കാ കൊടുക്കേണ്ടത്? ഈ മലയോര മേഖലയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് എന്തിനാ കൊടുക്കേണ്ടത്? അവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ അവകാശം നമുക്ക് തന്നെയാണ്. ലോകത്തെ പല രാജ്യത്തും മലയോര മേഖലയിൽ ജീവിക്കുന്ന മനുഷ്യർ ഇതിന്റെ നോട്ടക്കാരാണ്. എങ്ങനെയാ നോട്ടക്കാരാവുന്നത്? നമുക്ക് കൃഷി ചെയ്യാൻ കഴിയില്ല. കാട് വർദ്ധിക്കും, അതിന് കൂടെ വന്യജീവികളും അത്യാവശ്യമുണ്ടാകും. അപ്പൊ ആ മനുഷ്യർക്ക് അവിടെ ജീവിക്കാനുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതോടൊപ്പം ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേകതരം മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ പൈസ നമുക്ക് ഇങ്ങോട്ട് തരും. അതിനാണ് ഈ കാർബൺ ഫണ്ട്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഒരു പൈസ തരുന്നില്ല എന്ന് മാത്രമല്ല, മലയോര മേഖലയിൽ പശ്ചിമഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർ ഈ കുന്നും മലയും ഇട്ട് താഴേക്ക് ഇറങ്ങണം. രാജ്യത്തിന്റെ ഭരണഘടനാ നിയമം അനുസരിച്ച് നമ്മൾ ആടി ഇറക്കാൻ കഴിയില്ല ഇവർക്ക്. അപ്പൊ എന്താ മാർഗം? അപ്പോ നിർബന്ധിത സാഹചര്യം ഒരുക്കുക. എന്താ നിർബന്ധിത സാഹചര്യം? അതിന്റെ പ്രധാന ഈ വന്യജീവികൾ തന്നെ. കൃഷി ഉണ്ടാക്കാൻ കഴിയില്ല. കുട്ടികൾ 4 മണിക്ക് സ്കൂൾ വിട്ടാൽ വീട്ടിലെത്തുന്നവരെ 5 മണി 6 വരെ അമ്മമാര് ഇവിടെ തീ കത്തിയാണ് ഇവിടെ ജീവിക്കുന്നത്. 8 മണിക്ക് കടയടച്ച് വരുന്ന ഭർത്താവിനെ കാത്തിരുന്ന് പേടിച്ച് വിറച്ച് ജനങ്ങൾ ജീവിക്കുന്നു. വീടിന്റെ മുറ്റത്ത് ആന,
പിന്നിലേക്ക് തിരിഞ്ഞാൽ പുലി, അപ്പുറത്തേക്ക് ഇറങ്ങിയ പന്നി. ഒരു കൃഷിയും ഉണ്ടാക്കാൻ കഴിയില്ല. ബിൽഡിങ്ങിന്റെ മുകളിൽ വല്ല പച്ചക്കറിയും ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അവിടെ കുരങ്ങ്. ഒരു മാർഗവുമില്ല. അപ്പൊ എന്താ ചെയ്യാ? ഇറങ്ങിപ്പോണം. അതിനിപ്പോ ഒരു പദ്ധതി ഉണ്ടാക്കി സംസ്ഥാന ഗവൺമെന്റ്. ഇവിടെ ആരെങ്കിലും അതിന് എഴുതി കൊടുത്തോ എനിക്കറിയില്ല. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ അമരമ്പലം പഞ്ചായത്തിൽ പാട്ടക്കരിമ്പ് പറയുന്ന വാർഡിൽ മലയോര മേഖലയാണ്. 47 കുടുംബങ്ങൾ അവരുടെ പറമ്പും ഭൂമിയും വീടും ഫോറസ്റ്റിന് എഴുതി കൊടുത്തു. പറയാം നമുക്ക് എന്താ നഷ്ടപരിഹാരം? 5 സെന്റ് വീടായാലും 15 ലക്ഷം, 10 സെന്റ് വീടായാലും 15 ലക്ഷം, 1 ഏക്കറയും വീടായാലും 15 ലക്ഷം, 5 ഏക്കറയും വീടായാലും 15 ലക്ഷം, 10 ഏക്കറയും വീടായാലും 15 ലക്ഷം. എത്ര ഉണ്ടെങ്കിലും 15 ലക്ഷം. വാങ്ങിക്കൊള്ളണം, പോയിക്കൊള്ളണം. ഞങ്ങൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും മെമ്പർമാരെയൊക്കെ കൂട്ടി പോയിട്ട് വരെ കാല് പിടിച്ചു. ദയവായി നിങ്ങൾ പോകരുത്, എഴുതി കൊടുക്കരുത്, ഒപ്പിടരുത്. എന്താ കാരണം? ഞങ്ങൾ പറയാൻ ആ 10-40 വീടുകൾ അവിടുന്ന് ജനവാസം ഒഴിയുമ്പോഴേക്കും അവിടെ ഫോറസ്റ്റായി. അതിന്റെ താഴെ വീടുകളാണ്, അതിന്റെ താഴെയും വീടാണ്. ഈ 45-47 ആള് പോയി കഴിഞ്ഞാൽ അടുത്തേക്ക് കിടക്കും. അപ്പൊ 15 ലക്ഷം രൂപക്ക് മലയോര മേഖലയിലെ മനുഷ്യരെ വിലക്ക് വാങ്ങുകയാണ്. അപ്പോ ആ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുക, നിർബന്ധിത സാഹചര്യം. അതിലേക്ക് എരിതിയിൽ എണ്ണ ഒഴിക്കുന്ന നിയമമാണ് ഈ പുതിയ നിയമ ഭേദഗതി. വക്കീൽ സുമീൻ ഇവിടെ വിശദീകരിച്ചു. ഞാൻ സമയം കളയുന്നില്ല വിശദീകരിച്ചിട്ട്. എന്താണ്? പോലീസിനെക്കാളും അധികാരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കാൻ പോകുന്നു. ഒഫീഷ്യൽ വാച്ചർ വരെ നോട്ടീസില്ലാതെ അറസ്റ്റ് ചെയ്യാം. മുമ്പ് പോലീസ് എടുത്ത പണി ഇവിടെ ഇപ്പൊ നിങ്ങൾ ഫോറസ്റ്റുകാരായിട്ട് പ്രശ്നമായാൽ എന്താ ചെയ്യുക? ഫോറസ്റ്റുകാർ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയുക, അല്ലെങ്കിൽ പരാതി കൊടുക്കും. പോലീസ് വന്ന് അന്വേഷിക്കും. ഇവിടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ പ്രശ്നം ഉണ്ടായോ? പോലീസിന് ബോധ്യപ്പെട്ട പോലീസ് എഫ്ഐആർ കേസെടുക്കും. ആ സ്ഥിതി മാറി. ഈ ബില്ല് പാസ്സാവുകയാണെങ്കിൽ ഈ കോടതി ഈ നിയമസഭാ സമ്മേളനത്തിൽ ഇത് പാസ്സായാൽ ആ നിയമം ഇവിടെ പ്രാവർത്തികമാവുക. ആ പ്രാവർത്തികമായാൽ മലയോര മേഖലയിലെ പോലീസല്ല, ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണ്ടകളായി ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ മാറും. അവരുടെ ഗുണ്ടായുസമായിരിക്കും. ഒരാൾക്കും ഒന്നും ചോദ്യം ചെയ്യാൻ കഴിയില്ല. സ്വന്തം വിറ്റ്നസ് ആകാം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്. ഇവിടെ നാട്ടിൽ തല്ലുപടി ഉണ്ടായാൽ നാളെ വിറ്റ്നസ് വേണം. എവിടെ സാക്ഷികൾ എന്നാ പോലീസ് ചോദിക്കുക? സ്വാഭാവികല്ലേ? ഈ ആക്ട് പാസ്സാകുന്നതോട് കൂടിയിട്ട് വിറ്റ്നസ് കൂടി വേണ്ട. കാരണം പറയുന്നത് എന്താ? ഉൾക്കാടുകളിൽ കൂടിയാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അവിടെ ആരാണ്ടാവുക? അപ്പൊ ഒരു സമരത്തിൽ 2 മുദ്രാവാക്യം വിളിച്ചാൽ, തെറി വിളിച്ചാൽ ഇവനെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി 2-3 മാസം ജയിലടക്കാനുള്ള നിയമം കൊണ്ടുവരുന്ന ആരാ? മോഡിയല്ല. നാളെ CPM-ന്റെ നേതൃത്വം ഭരണകക്ഷി ഈ സ്റ്റേജിൽ വന്ന് ഇതിന് മറുപടി പറയണം. ആരാ ഉത്തരവാദി? കേരള സംസ്ഥാന വന നിയമ ഭേദഗതിയാ. ഇന്ത്യയിലെ 10-29 സംസ്ഥാനങ്ങൾ വേറെ എവിടെയില്ല. അപ്പൊ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ മലയോര മേഖലയിലെ ജനങ്ങളെ ഇനിയും പ്രതിസന്ധിയിലാക്കിയിട്ട് ഈ അന്താരാഷ്ട്ര ലോബിയോടൊപ്പം ഈ ഗൂഢാലോചനയിൽ പങ്കാളിയാകുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. അല്ലെങ്കിൽ അല്ലെന്ന് പറയട്ടെ, കേരളത്തിന്റെ നിയമസഭയിൽ വരുമല്ലോ. ഇത്രയും ഗൗരവമായ ഒരു വിഷയം, ഈ 1,30,00,000 ജനങ്ങളെ ബാധിക്കുന്ന വിഷയം, ഇത് ഏറ്റെടുത്തതിന്റെ മുന്നിൽ നിൽക്കേണ്ടത് ആരാ? ആരാണ് ആ ബില്ല് കൊണ്ടുവരുന്നത്? ഭരണകക്ഷി. ആരാണ് എതിർക്കേണ്ടത്? ഈ നാട്ടിലെ പ്രതിപക്ഷം. ഒരനക്കും ഈ സംസ്ഥാനത്ത് കാണുന്നില്ല. ഞാനിതിൽ ആളാകാൻ ഇറങ്ങിയവനല്ല. അങ്ങനെ ചില ധാരണകളുണ്ട്. ഇതിവിടെ ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുക്കാത്തൊരു ഘട്ടം വരെ കാത്തുനിന്നു. ഇനി 8-9 ദിവസം നിയമസഭാ സമ്മേളനം തുടങ്ങാനുള്ളത്.
ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇവിടെ എവിടെയും കാണുന്നില്ല. ഇതുപോലെയുള്ളൊരു ഭേദഗതി നിയമസഭയിൽ വരുമ്പോ സ്വാഭാവികമായും ഈ ജനങ്ങളെ ഇത്രത്തോളം ബാധിക്കുന്ന ഇത്തരത്തിലുള്ള ഭേദഗതികളോ പുതിയ നിയമങ്ങളോ വരുമ്പോ കേരളത്തിലെ മുഴുവൻ പത്രങ്ങളിലും സർക്കാർ അത് പരസ്യമായി പുറത്തുവിടും. ജനങ്ങൾക്ക് പരാതി കൊടുക്കാൻ ഒന്നുണ്ടായിട്ടില്ല, ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞാനൊരു നിയമസഭാ സാമാജികനാണ്. ഒരാൾക്കോ MLA-മാർക്ക് മെയിലടക്കണം ഉണ്ടായിട്ടില്ല. ഈ ഡിസംബർ 12-ാം തീയതിയാണ് ഈ കള്ളം പുറത്തിയാടുന്നത്. ജനങ്ങളിലേക്ക് ചർച്ചയ്ക്ക് വരാതെ, ഒരാളോട് മിണ്ടാതെ നിയമസഭയിൽ ഒരു ചർച്ച നടത്തി ആ ബില്ല് പാസാക്കി പോകാൻ ഒരു പ്രയാസമില്ല. ഇത്രയും മൃഗീയ ഭൂരിപക്ഷം ഉള്ള ഗവൺമെന്റാണ്. ആ സഭയ്ക്കുള്ളിൽ ഞങ്ങൾ തല ആരി കുത്തി മറിഞ്ഞിട്ടും ഒരു കാര്യമില്ല. അതിന് ജനങ്ങളോട് പറയാൻ ഒരു അവനാന്റെ നാട്ടിൽ ഒരു വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ജനങ്ങളെ ഇങ്ങനെ ഒരു ഫലം വരാൻ പോകുന്നു. ഒരു ദുരന്തത്തിലേക്കാണ് ഈ നാടിനെ അവർ നയിക്കുന്നത്. നാളെ ഒരു തുള്ളി വെള്ളം പോലും സ്വന്തമായി ഇന്ന് നമ്മുടെ എല്ലാമായ പുഴകൾ, വാട്ടർ സോഴ്സുകൾ അവരുടെ അധികാര പരിധിയിലേക്ക് പോകുന്നു. പനമരം പഞ്ചായത്തിന് ഒരു തുള്ളി കുടിവെള്ളം ഈ പുഴയിൽ നിന്ന് എടുക്കണമെങ്കിൽ ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കനിയേണ്ട ഗതികേടിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകുമ്പോ ആരാത് പറയേണ്ടത്? ഈ 101,30,00,000 ജനങ്ങളെ ബാധിക്കുന്നത് ഈ ഫോറസ്റ്റ് നിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ കുടിവെള്ളത്തിലാണ് ഈ ബാധിക്കാൻ പോകുന്നത്. എന്തേ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്തമില്ലേ? എന്താണ് ഈ വിഷയം ജനങ്ങളിലേക്ക് വരാത്തത്? എന്തുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യപ്പെടാത്തത്? ഭരണകക്ഷി ഇത് മോടി വെക്കാൻ അങ്ങേയറ്റത്തെ പരിശ്രമം നടത്തുമ്പോ അത് പുറത്തു കൊണ്ടുവരാനും ജനങ്ങളെ സംഘടിപ്പിക്കാനും കേരളത്തിന്റെ നിയമസഭയിൽ ഇത് അവതരിപ്പിക്കാനുള്ള അവസരം പോലും ഭരണകക്ഷിക്ക് കൊടുക്കാൻ പാടില്ലാത്ത ജനവിരുദ്ധ ബില്ലാണിത്. ഇനിയുണ്ട് ദിവസം. ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷം വിചാരിച്ചാൽ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെയും ഈ സമരത്തിന് അണിനിരത്താൻ സാധിക്കും. വെള്ളം എല്ലാവർക്കും മുട്ടും. ഇടതുപക്ഷത്തിനും മുട്ടും, വലതുപക്ഷത്തിനും മുട്ടും, ഒരു പക്ഷവും ഇല്ലാത്തവർക്കും മുട്ടും. റേഷൻ ഷാപ്പിൽ അരിയും മണ്ണെണ്ണയും പഞ്ചസാരയും ഒക്കെ വിൽക്കുന്നത് പോലെ നാളെ 10 ലിറ്ററിന്റെയും 20 ലിറ്ററിന്റെയും ക്യാന് ഒരു കുടുംബത്തിന് ഇത്ര ലിറ്റർ കുടിവെള്ളം എന്ന് പറഞ്ഞ് സർക്കാരിന് കൊടുക്കേണ്ട ഗതികേടിലേക്ക് ഈ നാട് ഇന്നല്ലെങ്കിൽ നാളെ എത്തും. നിങ്ങൾ കരുതിക്കോ. അങ്ങോട്ടേക്കായി പോണത്. ഫോറസ്റ്റ് നിയമങ്ങൾ അങ്ങനെയാ, നമുക്ക് അറിയാൻ കഴിയില്ല. വളരെ മെല്ലെ മെല്ലെ കടന്നു വരിക. മെല്ലെ മെല്ലെ അത് ശീലമാക്കും. കൂരാകൂരിട്ടുള്ള രാത്രിയിൽ ഒരു കറുത്ത പാറക്കമുകളിലൂടെ ഒരു കറുത്ത ഉറുമ്പ് ഇങ്ങനെ അരിച്ചു കയറിയാൽ ആർക്കെങ്കിലും കാണാൻ സാധിക്കുമോ? അതിനർത്ഥം ഉറുമ്പ് സഞ്ചരിക്കുന്നില്ല എന്നാണോ? ആ ഉറുമ്പ് സഞ്ചരിക്കുന്നത് പോലെയാണ് മനുഷ്യനെ മൊത്തത്തിൽ ഗ്രസിക്കുന്ന ഇവിടെ വന്നിട്ടുള്ള വനം വന്യജീവി നിയമങ്ങൾ മുഴുവൻ. ആദ്യം പറയാം, അതൊന്നും കുഴപ്പമില്ലേ, അത് പ്രശ്നമില്ല. പക്ഷേ ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോൾ എന്തിനീ വനാവകാശ നിയമം അനുവദിച്ച സുപ്രീം കോടതി നൽകിയ മനുഷ്യരാണ് ഈ മുന്നിലിരിക്കുന്നത്. അവർ ജീവിക്കുന്ന ഭൂമിയിൽ നിന്ന് അവരെ ഇറക്കി വിടാൻ പാടില്ല എന്ന് പറയുന്ന രാജ്യത്തിന്റെ നിയമം ഇവിടെ നിലനിൽക്കുമ്പോ ഈ സമരത്തിലേക്ക് കടന്നു വന്ന ആദിവാസി സഹോദരങ്ങൾ 5 സെന്റ് ഭൂമിയില്ല, ഉള്ള ഭൂമിയിലേക്ക് പോകാനും പറ്റൂല. കറണ്ടില്ല, വെള്ളമില്ല, വെളിച്ചില്ല, ഒന്നും കൊടുക്കില്ല, റോഡില്ല. ഉള്ള റോഡ് രണ്ടാമത് ടാർ ചെയ്യാൻ സമ്മതിക്കില്ല, കോൺക്രീറ്റ് ഇടാൻ സമ്മതിക്കില്ല. ഇലക്ട്രിക് പോസ്റ്റ് മറിഞ്ഞു വീണാൽ രണ്ടാമത് നിർത്തിവെക്കാൻ KSEB ഉദ്യോഗസ്ഥർ അതിനകത്തേക്ക് കയറാൻ സമ്മതിക്കുന്നില്ല. ഇതല്ലേ നാടിന്റെ ചിത്രം? എല്ലാം അവരുടേത്. ഒരാൾക്കും ഈ നടു റോഡിൽ
നാളെ രാവിലെ DFOയുടെ നേതൃത്വത്തിൽ ഒരു കുഴി കുത്തി മരം വെച്ചാൽ ആ മരം അവിടുന്ന് എടുത്തു മാറ്റാൻ ഈ രാജ്യത്ത് നിയമങ്ങളില്ല. അറിയോ നിങ്ങൾക്ക്? അത് എടുത്തു മാറ്റാൻ വരേണ്ടതാണ് ഇവിടുത്തെ PWD ഉദ്യോഗസ്ഥർ. PWD ഉദ്യോഗസ്ഥർ വരുമ്പോ അവരോടാ പറയുന്നത്, അവരെ കയ്യിൽ എപ്പോഴും ഉണ്ട് ആർക്കും മനസ്സിലാവാത്ത കുറച്ച് സ്കെച്ചുകൾ. ആ സ്കെച്ച് ഇങ്ങനെ എടുത്ത് കാണുന്നത് ഞങ്ങളുടെ സ്ഥലമാണ്, നിങ്ങൾ 25 കൊല്ലം മുമ്പ് കൈയേറിയിട്ടാണ് ഈ റോഡ് വെട്ടിയത്, ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇവിടെ ഞങ്ങൾ മരം വെക്കും, ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, പനമരത്തോരാൾ വേണമെങ്കിൽ പിന്നിലൂടെ വന്നോ എന്ന് നാളെ DFO ഈ രാവിലെ ഈ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ഈ റോഡ് ബ്ലോക്ക് ചെയ്ത് ഒരു JCB കൊടുന്ന് 10 കുഴി കുത്തി 10 മരമിട കുഴിച്ചിട്ടാൽ അതല്ല എന്ന് പറയാൻ ഒരു നിയമം ഇവിടെ അറിയാം നിങ്ങൾക്ക്? ഇപ്പൊ നിലവിലുള്ള റോഡിന്റെ വക്കത്ത് കൊടുത്തിട്ട് ആ മരം വെക്കുക. നിങ്ങൾ നോക്കണം, പറ്റുമെങ്കിൽ മുള വെക്കും. എന്താ മുള വെച്ച സ്ഥിതി? ഒരു കല്ലം കൊണ്ട് ഇത് പെറ്റുപെരുകി ഒരു 1.5 മീറ്റർ വട്ടാവൂത്. പിന്നെ അതാണതില് നൂറ്റാണ്ടുകളായി മനുഷ്യർ സഞ്ചരിച്ച റോഡുകൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിലമ്പൂരിൽ ഉണ്ടാക്കിയ 15-18 മീറ്റർ വീതി ഉണ്ടായിരുന്ന റോഡുകള് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച സർവേ കല്ലുകൾ അവിടെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഒരു വാറോലേറ്റ് വരും, അവിടെ കൊടുന്ന് മരം കുഴിച്ചിട്ടാണ് ഈ 5 മീറ്റർ വീതി ഞങ്ങൾക്കുള്ളൂ. 50 കൊല്ലം ബസ് റൂട്ട് ഉണ്ടായിരുന്ന റോഡ് കഴിഞ്ഞതിന്റെ മുമ്പത്തെ പ്രളയത്തിൽ ഒരു പാലം തകർന്നു പോയി നിലമ്പൂരിൽ. പാലം പുതുക്കി പണിഞ്ഞു വന്നപ്പോ പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡ് 50 കൊല്ലം വാഹനം ഓടിയ റോഡ്. ഇത് ഞങ്ങളെ കടലാസിലെ ഞങ്ങളെ റോഡാണ്, 50 കൊല്ലം മുമ്പ് നിങ്ങൾ കയ്യേറിയതാണ്. 7.25 കോടി മുടക്കി പുതുക്കി പണിത പാലം, ആ പാലത്തേക്കുണ്ടായിരുന്ന അപ്രോച്ച് റോഡ് 3-4 മാസം തടുത്തു അവർ ടാറിങ്ങിൽ നിന്ന്. അറിയോ നിങ്ങൾക്ക്? റോഡിന്റെ ഇപ്പുറത്ത് കൊടുത്ത് കല്ല് പിടിച്ചിട്ട് ഫോറസ്റ്റ് ജനങ്ങളെ കൂട്ടിപ്പോയി ബലമായി ആ കല്ലെടുത്ത് ദൂരെ എറിഞ്ഞിട്ടാ വണ്ടി അതിലെ പോയത്. എത്ര സ്ഥലത്ത് നടക്കും അങ്ങനെ? ഉള്ള അധികാരം തന്നെ പരമാവധി ഈ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നു. അതിലേക്കാണ് സുഹൃത്തുക്കളെ ഈ പുതിയ നിയമം കൂടി വരുന്നത്. അതുകൊണ്ട് എനിക്കിത് പറയാനുള്ളത്, ഈ കക്ഷി രാഷ്ട്രീയം അതല്ല ഇവിടുത്തെ വിഷയം. ഈ നിയമസഭയിൽ ഈ ബില്ല് പാസ്സാകാൻ പാടില്ല, ചർച്ചയ്ക്ക് തന്നെ വരാൻ പാടില്ല. ഗവൺമെന്റ് വിചാരിച്ചാൽ തീരുമാനിക്കാം, അത്രയേ ഉള്ളൂ. ഈ ജനവിരുദ്ധ ഗവൺമെന്റിനോട് ആ തീരുമാനം പഠിപ്പിക്കാനുള്ള ജനരോഷമാണ് ഇവിടെ ഉയരേണ്ടത്. അതിന് ജനങ്ങൾ കക്ഷി രാഷ്ട്രീയം മറന്ന് ഒന്നിക്കേണ്ട ഘട്ടത്തിലാണ്. ഇവിടെ വലുപ്പച്ചെറുപ്പം പറഞ്ഞ് നടന്നാൽ ഈ ബില്ലും കേരളത്തിലെ നിയമസഭയിൽ പാസ്സാകാൻ പോവുകയാണ്. അതെല്ലാവരും മനസ്സിലാക്കിയാൽ നന്നായിരിക്കുമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ എത്തിയ മുഴുവൻ ആളുകൾക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വരാനിരിക്കുന്ന സമരപരിപാടികളിൽ ഈ നാടിന് മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയുണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.